പാലാരിവട്ടം സെൻറ്റ് മാർട്ടിൻ ജംഗ്ഷനിലുണ്ടായിട്ടുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടുമാണ് ഇവിടെ നിന്ന് സന്ദർശിക്കാനായിട്ടുള്ള കാരണമായിട്ടുള്ളത്. പല മീഡിയാസും ഇത് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ 2 പ്രാവശ്യം KMRLനെ മേയറുടെ ചേംബറിൽ തന്നെ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തിയിരുന്നു. അവർ ഒരാഴ്ച കാലമാണ് നമ്മളോട് സമയം ചോദിച്ചത്. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ആ ഒരാഴ്ച സമയം കഴിഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണ്, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, തുടക്കം കുറിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ട്രാഫിക്, കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ TK അഷ്റഫും ഷിബു അടക്കമുള്ള സെക്രട്ടറി ഷിബു അടക്കമുള്ള എല്ലാവരും എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ എന്തായി എന്ന് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2-3 കാര്യങ്ങളാണ് അന്ന് നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ റോഡിൻ്റെ വിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 റോഡുകളിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വരുമ്പോൾ ഒറ്റ റോഡിലേക്ക് ഒരു ചെറിയ പോർഷനിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ വീതി പഴയ രീതിയിലേക്കാക്കി അതിൻ്റെ ഗതാഗതം 2 ലൈൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പറഞ്ഞിരുന്നത്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അറിയാം, അവർ റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ റോഡ് വർക്ക് തീർക്കാമെന്നാണ് മെട്രോ റെയിൽ, ഇപ്പോൾ ഇവിടെ അതിൻ്റെ എല്ലാവരും ഉണ്ട്, അവർ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. ഒരു 4 ദിവസം കൊണ്ട് ഈ ടൈല് ചെയ്ത് റോഡ് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ മഴയാണ്, അതുകൊണ്ട് വർക്ക് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. വീണ്ടുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഫോം ചെയ്ത് പില്ലറുകൾ, അതായത് ഈ സ്ട്രെച്ചിൻ്റെ ഒരു പ്രത്യേകത, ഈ റോഡിന് 2 സൈഡിലും പില്ലറുണ്ടെന്നുള്ളതാണ്. ഈ സൈഡിൽ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും പില്ലറുണ്ട്. അങ്ങനെയാണ് മെട്രോയുടെ ഈ വർക്ക് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിലെ പില്ലർ ക്യാപ്പുകളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്, പില്ലർ ഉയർന്നിട്ടുണ്ട്. ഇനി ഈ ലൈൻ ക്ലിയർ ആയതിന് ശേഷം മാത്രമാണ് അപ്പുറത്തേക്ക് അവർക്ക് വർക്ക് തുടങ്ങുന്നതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന കൃത്യമായ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. കാണയുടെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നും അപ്പുറത്തെ SN ജംഗ്ഷൻ മുതലുള്ള ഭാഗത്തു നിന്നുള്ള കാണയുടെ വെള്ളം പോകേണ്ടത്, ജംഗ്ഷനിൽ പെയ്യുന്ന വെള്ളം മുഴുവൻ പോകേണ്ടത് ഇവിടെയുള്ളൊരു കൽവർട്ട് വഴിയാണ്. ആ കൽവർട്ട് ബ്ലോക്കായിരുന്നു. ഇവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് ആ കൽവർട്ടിൻ്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞ് പോയതാണ്. അവിടെ ഒരു പമ്പ് വെച്ചിട്ടാണ് നിലവിൽ ചെയ്തിരുന്നത്. നമ്മുടെ മീറ്റിങ്ങിന് ശേഷം അത് 5 പമ്പ് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എന്നാലും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. മഴ സമയമാകുമ്പോൾ ബ്ലോക്ക് കൂടുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പൈപ്പിട്ട് ആ കൽവെട്ട് പുനഃസ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പൈപ്പ് പെർമനൻ്റ് ആയിട്ടുള്ള വർക്കല്ല, കാരണം പൈപ്പ് ഇട്ടാൽ കുറേ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കത് പിന്നീട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് കൽവർട്ട് തന്നെ പണിയണം. തൽക്കാലത്തേക്കുള്ള ട്രാഫിക് അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിൽ പൈപ്പ് ഇടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 3ാമത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ട്രാഫിക് പോലീസിനോടാണ്. ട്രാഫിക് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആ നിലവിലുള്ള ടേണിൽ കൂടി 2 വീലർ കടത്തിവിടണം. ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ വാഹനങ്ങളും അറ്റം വരെ പോയിട്ട് ടേൺ എടുക്കുമ്പോൾ രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ 2 വീലർ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും 2 വീലർ കടത്തിവിടണം. തിരക്കില്ലാത്ത സമയത്ത് വാഹനങ്ങൾ അവിടെ ടേൺ അനുവദിക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം മെട്രോനോട് ഈ വർക്കിൻ്റെ ടൈം ഷെഡ്യൂൾ ലിസ്റ്റ് തരണം, ഡേറ്റ് വൈസ് ഉള്ള ടൈം ഷെഡ്യൂൾ ലിസ്റ്റ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് കോർപ്പറേഷൻ്റെ SC അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ AXC അടക്കമുള്ള ആളുകൾ ഈ വർക്ക് മോണിറ്റർ ചെയ്യും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതെ യഥാർത്ഥത്തിൽ അതായത് നേരത്തെ ഇത് ആദ്യം മുതലേ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്. ബൈ റോഡുകളും സർവീസ് റോഡുകളും എല്ലാം മഴക്കാലത്തിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു റോഡ് പോലും അത് ചെയ്യാതെയാണ്, KMRL റിപ്പീറ്റഡായിട്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യാതെയാണ് ഈ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. കാക്കനാട് മെട്രോൻ്റെ മുഴുവൻ സ്ട്രെച്ചിലും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവിടുത്തെ ഈ പ്രശ്നം കൊണ്ട് 3 റോഡാണ് ഇവിടെ തന്നെ ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പോൾ ആ റോഡിലേക്കുള്ള ആളുകളൊക്കെ ബൈ റോഡ് ഉപയോഗിക്കാതെ മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ അവർക്കും വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് KMRL പറയുന്നത് അവർക്ക് ഫണ്ടിൻ്റെ പ്രശ്നമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ടിൽ നിലവിൽ ബൈ റോഡുകൾ പണിയാനുള്ള ഫണ്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനോട് മെട്രോയുമായി ബന്ധപ്പെട്ട് 2-3 വിഷയങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് CMനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആലുവ തൃപ്പൂണിത്തുറ മെട്രോയുടെ പണി തീർന്നതിന് ശേഷം റോഡ് ഇടിഞ്ഞുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പനമ്പള്ളി നഗറിൽ സഹോദരൻ അയ്യപ്പൻ റോഡിൽ
പൈലിൻ്റെ അവിടെ പിയർ ക്യാപ്പിൻ്റെ അവിടെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് 2 വീലറുകളടക്കം അപകടത്തിൽപ്പെടുന്ന അവസ്ഥയുണ്ട്. ഞങ്ങൾ ആ ചെറിയൊരു സ്ട്രെച്ച് കോർപ്പറേഷൻ 2 സൈഡും എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 18 കോടി രൂപയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ബാധ്യത ഉണ്ടാക്കുന്നതാണ്. ആലുവ മുതൽ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു 1 ടൈം ഫണ്ട് തന്നുകൊണ്ട് ആലുവ മുതലുള്ള റോഡ് രണ്ടാമത് KMRL കൊണ്ട് തന്നെ ചെയ്യിച്ചു തരണമെന്നൊരു ആവശ്യം ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്.